നമസ്കാരം, അവർക്ക് പുതിയ വീഡിയോകൾ സ്വാഗതം. നമുക്ക് ഇന്ന് രണ്ട് പ്രധാനപ്പെട്ട ന്യൂസാണ് കിട്ടിയിരിക്കുന്നത്. ഒന്ന്, നമ്മുടെ നിവിൻ പോളി എൽ സി യുവിലോട്ട് കയറാൻ പോവാണ്. രണ്ടാമത്തേത്, നമ്മുടെ സൂര്യ 45 സിനിമേൻ്റെ റിലീസ് ഡേറ്റും ടീസർ ഡേറ്റും പിന്നെ എക്സ്പെക്റ്റഡ് നെയിം ഉൾപ്പെടെ ഒരുപാട് അപ്ഡേറ്റുകൾ ആ സിനിമയെ പറ്റി നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഏതൊക്കെയാണ് നമുക്ക് നേരെ വീഡിയോയിലോട്ട് നടക്കാം. തന്നെ ഇനി പറയാൻ പോകുന്ന ഒരു റൂമറായിട്ട് എല്ലായിടത്തും വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഒരിടത്ത് ഒഫീഷ്യൽ കൺഫർമേഷൻ വന്നിട്ടില്ല, എന്നാലും സ്ട്രോങ് റൂമറാണ് എല്ലാവരും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ നിവിൻ പോളി എൽ സി യുവിലോട്ട് കയറാൻ പോവാണ്. എങ്ങനെയും ചോദിക്കുവാണ്, നമ്മുടെ രാഘവ ലോറൻസ് നായകനെ വരുന്ന, ലോകേഷ് സ്ക്രിപ്റ്റ് ചെയ്തിരിക്കുന്ന, ബക്കിയരാജ് കണ്ണൻ ഡയറക്റ്റ് ചെയ്ത് വരുന്ന നമ്മുടെ ബെൻസ് സിനിമയുണ്ടല്ലോ, ആ ബെൻസ് സിനിമ എൽ സിയുടെ പാർട്ടാണെന്ന് ഓൾറെഡി കൺഫേം ചെയ്തതാണ്. ആ ബെൻസ് സിനിമയുടെ ഷൂട്ടിംഗ് അടുത്ത ആഴ്ച തൊട്ടാണ് തുടങ്ങുന്നത്. ഏകലും ആ സിനിമയിൽ നിവിൻ പോളി കാസ്റ്റിലുണ്ട് എന്നുള്ള ന്യൂസുകളാണ് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത്. എന്ന് വെച്ചാൽ നിവിൻ പോളി ബെൻസ് സിനിമയ്ക്ക് പാർട്ടായിരിക്കും. അതും ബെൻസ് സിനിമ എൽ സിയിലുള്ളതാണ്. അതിൻ്റെ അർത്ഥം നിവിൻ പോളിയും എൽ സിയിലോട്ട് കയറാൻ പോവുകയെന്നാണ്. ഇതൊരിടത്തും കൺഫേം ആയിട്ടില്ല, എന്നാലും നല്ല സ്ട്രോങ് ആയിട്ടുള്ള റൂമേഴ്സ് തന്നെയാണ് ഇതിനെപ്പറ്റി വന്നുകൊണ്ടിരിക്കുന്നത്. അതായിരുന്നു നമ്മുടെ റൂമർ നമ്പർ 1. ഇനി രണ്ടാമത്താണ് നമ്മുടെ അടുത്ത അപ്ഡേറ്റ് എന്ന് പറയുന്നത് സൂര്യ 45നെ പറ്റിയിട്ട്. സിനിമ ഡയറക്റ്റ് ചെയ്യുന്ന RJ ബാലാജിയാണ്. സിനിമയിൽ സൂര്യൻ തൃശ്യാണ് മെയിൻ കഥാപാത്രം ഇട്ട് വരുന്നത്. സിനിമയിൽ ഇപ്പോൾ എക്സ്പെക്ട് ചെയ്യുന്ന നെയിം എന്ന് പറഞ്ഞ് കുറേ ആൾക്കാർ പറയുന്നത് കണ്ടിട്ടുണ്ടെങ്കിൽ വെട്ടൈക്കറുപ്പ് എന്ന് പറയുന്ന പേരാണ് സിനിമയ്ക്ക് എക്സ്പെക്ട് ചെയ്യുന്ന നെയിമായിട്ട് പറയുന്നത്. സിനിമയുടെ ടീസറും അതുപോലെ തന്നെ സിനിമേൻ്റെ ഫസ്റ്റ് ലുക്കും ടീസറും ആവണമെന്നില്ല, ചിലപ്പോൾ ഫസ്റ്റ് ലുക്കിനെ ബേസ് ചെയ്തൊരു വീഡിയോയും ആയിരിക്കാം ചിലപ്പോൾ അവർ ഇറക്കുന്നത്. ഈ വരുന്ന സൂര്യൻ്റെ ബർത്ത്ഡേ എന്ന് റിലീസ് ചെയ്യുമെന്നാണ് പറയുന്നത്. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 23 ജൂലൈ 2025 അന്ന് ഇതിൻ്റെ ഒരു ഫസ്റ്റ് ലുക്കും ടീസറും ഇറക്കുമെന്നാണ് ഇപ്പോൾ വരുന്ന ന്യൂസുകൾ പറയുന്നത്. സിനിമ എയിം ചെയ്യുന്ന ദിവാലി റിലീസിന് വേണ്ടിയിട്ടാണ്, അതും കൺഫേം അല്ല, എന്നാൽ എയിം ചെയ്യുന്ന ആ റിലീസിന് വേണ്ടിയിട്ടാണ്. സിനിമയുടെ പ്രൊഡക്ഷൻ കമ്പനി അതൊക്കെ നമുക്കറിയാവുന്ന ഡ്രീം വാരിയർ പിക്ചേഴ്സാണ്. അപ്പോൾ അതൊക്കെയാണ് ഇന്നത്തെ വീഡിയോ കിട്ടിയാൽ നമുക്ക് കുറച്ച് അപ്ഡേറ്റുകൾ എന്ന് പറയുന്നത്. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുമെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്ക് മറ്റൊരു വീഡിയോ കാണാം. ബൈ.